നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായും ഇന്ന് നോക്കുന്നത് അഡ്വർടൈസ്മെന്റ് നമ്മുടെ ഫോണിൽ പലപ്പോഴും നമുക്ക് തലവേദനയായി മാറാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അനാവശ്യമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത്തരം പരസ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് വരുന്നതിനുള്ള കാരണങ്ങൾ നമ്മുടെ ഫോണിൽ തന്നെ ചെയ്തിരിക്കുന്ന ചില സെറ്റിംഗ്സുകൾ നിങ്ങൾ കൃത്യമായി മാറ്റം വരാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ആദ്യമായി ഇത് ചെയ്യുന്നതിനായി ആദ്യം നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോയി അതിൽ നിന്ന് നിങ്ങൾ ആ ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആ ഗൂഗിൾ എന്നുള്ള ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയായി അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ADS എന്നൊരു ഓപ്ഷൻ കാണും. ഇതിനായി നമ്മൾ ഓൾ സർവീസസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. പോയതിനു ശേഷം താഴേക്ക് പോകുമ്പോൾ അഡ്വർടൈസ്മെന്റിന്റെ ADS എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ കാണുന്ന ഡിലീറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള ആ ഒരു അഡ്വർടൈസിംഗ് ID ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ അഡ്വർടൈസിംഗ് ID ഡിലീറ്റ് ചെയ്തു. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് പരസ്യങ്ങൾ വരുന്നതിനായി ഒരു ID അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഇതാണ്. രണ്ടാമത് നമ്മൾ നേരെ നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് പോവുക. നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് പോയതിനു ശേഷം അവിടെയുള്ള ഒരു 3 ഡോട്ട്സ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ആ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നിന്ന് നമ്മൾ നേരെ കുറച്ച് താഴേക്കായി പോയാൽ അവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നമ്മൾ ആ സൈറ്റ് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയായി തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോ മറ്റോ കയറുന്ന സമയത്തായി അവിടെ നിങ്ങൾക്ക് അതിനകത്തുള്ള കാര്യങ്ങളല്ലാതെ മറ്റു പല ലിങ്കുകളും പോപ്പപ്പ് മെസ്സേജുകളെല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമ്മളെ വഴിമാറ്റി കൊണ്ടുപോകുന്നതിനാണ്, അല്ലെങ്കിൽ നമ്മളെ വഴിമാറ്റി അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് പല പല ലിങ്കുകളിലേക്ക് നമ്മളെ പോകുന്നതിനായി വഴിമാറ്റുന്നതിനാണ് ഇത്തരം കുക്കീസ് പല വെബ്സൈറ്റുകളും അല്ലെങ്കിൽ പല ആപ്ലിക്കേഷനുകളും ആവശ്യപ്പെടുന്നത്. ഇത് അവരുടെ ആവശ്യത്തിനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ കൊടുത്തു വയ്ക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, അതിലേക്ക് മാറ്റി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് പോപ്പപ്സ് ആൻഡ് റീഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ലിങ്കുകളിലേക്കോ മറ്റോ കയറി പോകുന്നതിനായി നമ്മെ മാറ്റിക്കൊണ്ട് പോകുന്നതിനാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യണം, ഈ സാധനം പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്നുള്ള ബ്ലോക്ക് സൈറ്റ്സ് ഫ്രം ഷോയിങ് പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് എന്നുള്ളത് റെക്കമെൻഡഡ് അത് നമ്മൾ ഓൺ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പോപ്പപ്പ് മെസ്സേജുകൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് അതിൽ നിന്നും അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതിനായുള്ള പോപ്പപ്പ് മെസ്സേജുകൾ വഴി നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ചെയ്തു വെച്ചാൽ ബ്ലോക്ക് ചെയ്യും. ഇതിൽ കൂടി നമുക്ക് പരസ്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇതിനായി നമ്മൾ നേരെ ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ആ സെറ്റിംഗ്സിൽ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷൻസുകൾ ഏതൊക്കെയാണുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നും അറിയുന്നതിനാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത്. ഇതിൽ പോയതിനു ശേഷം മാനേജ് ആപ്സ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വളരെ ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തായി ഇവിടെ കാണുന്ന ആപ്പുകളുടെ ഐക്കൺ ഇല്ലാത്തതോ നിങ്ങൾക്ക് പരിചയമില്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്നതായിട്ട് കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ അതിനെ റിമൂവ് ചെയ്യണം. കാരണം അത്തരത്തിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഫിഷിങ്ങിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങളുടെ ഫോണിൽ കയറി പറ്റിയിട്ടുള്ളതാകും. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനവിടെ നിന്നും ക്ലിയർ ഡാറ്റ കൊടുക്കുക. തുടർന്ന് നിങ്ങൾ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള പരസ്യങ്ങളെല്ലാം ഒഴിവായി പോകേണ്ടതാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടും പരസ്യങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയി അവിടെ നിങ്ങളുടെ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് നിങ്ങളുടെ ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്യുക. റീസെറ്റ് ഫാക്ടറി സെറ്റിംഗ്സ് കൊടുക്കുക. ഓർമ്മിക്കുക, ഇത്തരത്തിൽ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയി നിങ്ങളുടെ ഫോണിന്റെ ബാക്കപ്പ്, നിങ്ങളുടെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം തുടങ്ങി നിങ്ങളുടെ കോൺടാക്ട്സുകൾ, നിങ്ങളുടെ ഗൂഗിളിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ബാക്കപ്പ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫാക്ടറി റീസെറ്റ് അടിച്ച് ക്ലിയർ ചെയ്യുക. അത് മാത്രമാണ് പിന്നെ നമുക്കൊരു വഴിയുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായും നിങ്ങളുടെ ഫോണിനകത്ത് പരസ്യങ്ങൾ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയുവാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം.